ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാനായിട്ട് ചാൻസസ് കുറവാണ്. 6 പിള്ളേരാണെന്ന് പറയുമ്പോഴത്തേക്കും പുറത്തത്തെ ആളുകളുടെ റെസ്പോൺസ് ആദ്യം തന്നെ 6 പിള്ളേരോ അങ്ങനെയായിരിക്കും. ഞാൻ തന്നെ അങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു മാരേജ് ലൈഫ് വേണ്ട എന്നുള്ളൊരു ഇത്. അവരൊത്തിരി കളിയാക്കിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും 3, 4, 5 പിള്ളേരൊക്കെ ആയപ്പോഴത്തേക്കും അവർക്ക് വലിയൊരു സാക്ഷ്യമായിട്ട് ഞങ്ങൾ മാറി. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഒരു അടുത്ത സെക്കൻഡിൽ തന്നെ ഭയങ്കര ഒരു അത്ഭുതം എന്ന് പറയട്ടെ, പിന്നീട് ഈ കൊച്ച് കരഞ്ഞിട്ടില്ല. കൃപയുടെ വഴിയിലൂടെ ദൈവം കൈപിടിച്ച് നടത്തുന്ന സെയിൻറ് ജോൺസ് ചർച്ച് പാലാവയൽ ഇടഭാംഗങ്ങളായ കുന്നുംപുറത്ത് ബൈജുവിൻ്റെയും ജെസ്സിയുടെയും 6 മക്കളുടെയും ജീവിതത്തിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. ഈശോ മിശിഹായെ സ്വീകരിക്കട്ടെ. എൻ്റെ പേര് ബൈജു ജോസഫ്. ഞാൻ തലശ്ശേരി അതിരൂപതയിലെ കാവന്തൂർ ഇടവകയിലുള്ള കുണ്ടാരം എന്ന സ്ഥലത്താണ് ജനിച്ചതും വളർന്നതൊക്കെ. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, ഒരു അനിയൻ, അനിയത്തി സിസ്റ്ററാണ്. അനിയൻ കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജെസ്സി ബൈജു. ഞാൻ ജനിച്ചും വളർന്നതൊക്കെ UAE-യിലായിരുന്നു. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, ഞങ്ങൾ 4 സിബ്ലിങ്സ്. മൂത്തത് ചേച്ചി, പിന്നെ ഞാൻ, എൻ്റെ ഒരു ബ്രദർ, പിന്നെ എൻ്റെ ഒരു യങ്ങർ സിസ്റ്റർ. ഞാൻ വളരെ ചെറുപ്പത്തിലെ പ്രവാസിയായിട്ട് UAE-യിലായിരുന്നു ജീവിച്ചിരുന്നത്. അവിടെ വെച്ച് ജിസിയൂത്തിനെ പരിചയപ്പെട്ടു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ആയിരുന്നത് റാസൽ കൈമയിൽ സെൻറ്റ് ആൻ്റണീസ് പാദുവ ചർച്ചിലായിരുന്നു. അവിടെ ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ജിസിയൂത്തുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിരുന്നു. അപ്പം ചെറുപ്പം മുതലേ ഒരു ഡിസൈൻമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ എന്നാ പറയേണ്ടത് പ്രാർത്ഥനയുടെ ഒക്കെ ജീവിതത്തിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കൊച്ചു ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു 27-ാമത്തെ വയസ്സിലാണ് വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നതും അങ്ങനെ ഡിസൈൻമെൻറ്റിലെത്തിയതൊക്കെ. കരിസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു പപ്പയും മമ്മിയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുമായിരുന്നു, സന്ധ്യാപ്രാർത്ഥനയൊക്കെ ചെല്ലുമായിരുന്നു. പിന്നീട് ജോലിയൊക്കെ ആയിക്കഴിഞ്ഞ് ഒരു 27-ാമത്തെ വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ സിസ്റ്റർ വകയാണ്, അവൾ ജീസസ് യൂത്തിൽ വളരെ ആക്റ്റീവായിരുന്നു. അവൾ വഴിയായിരുന്നു ഞാൻ ബൈജുവിനെ പരിചയപ്പെടുന്നതും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു വിവാഹാലോചന വരികയൊക്കെ ചെയ്തത്. ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ തന്നെയുള്ള ഒരു സഹോദരി വഴിയാണ് എനിക്കൊരു ആലോചന വന്നത്. ദൈവം മനോഹരമായിട്ട് വഴി നടത്തുകയായിരുന്നു. അപ്പം നല്ല ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്നത് പോലെ വളരെ പ്രാർത്ഥിക്കുകയും ഈശോയുടെ കാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു ഹസ്ബൻഡിനെ എനിക്ക് ദൈവം തന്നു. ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളുടെ വിവാഹം നടന്നത് 2007 ഏപ്രിൽ 30-നായിരുന്നു. കാവന്തരപ്പള്ളിയിൽ ഷോജി അച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു വിവാഹം ആശീർവദിച്ചത്. 4-5 അച്ഛന്മാരുണ്ടായിരുന്നു. ഒത്തിരി ബന്ധുക്കളും നാട്ടുകാരും ജിസിയൂത്തിലെ നാട്ടിലും UAE-യിലുള്ള സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് ഞങ്ങളെ ആ ഒരു സമയത്ത് ഞങ്ങൾ അനുഗ്രഹിക്കാനൊക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് ജനിച്ചതും വളർന്നതൊക്കെ. വൈഫ് UAE-യിലെ ആ ഒരു കോണ്ടെക്സ്റ്റിലായിരുന്നു വളർന്നത്. ഞാൻ തനി നാട്ടുമ്പുറത്തുകാരനും. അപ്പം ഞങ്ങളെ 2 ദിശയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരെയും തമ്മിൽ ഒരുമിപ്പിച്ചു. നാളിതുവരെ വളരെ മനോഹരമായിട്ട് വഴി നടത്തി. ഏകദേശം ഒരേ ആശയങ്ങളും ഒരേ ചിന്തകളും ഒക്കെ ആയിട്ട് തമ്മിൽ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. വളരെ പ്രത്യേകമായിട്ട് ഈ ഒരു അവസരം, ഇതുപോലൊരു ജീവിത പങ്കാളിയെ ദൈവം എനിക്ക് ഒരുക്കി തന്നതിന് വളരെ പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. വിവാഹത്തിൻ്റെ അടിസ്ഥാനം മക്കളാണല്ലോ. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ബൈജുനും അതുപോലെ കുഞ്ഞുങ്ങളെ എത്ര പേരാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതുപോലെ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് 6 കുഞ്ഞുങ്ങളെ തന്നു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ,
മൂത്തയാൾ ഡേവിഡ്, അവനിപ്പോൾ +2 കഴിഞ്ഞു. മൂത്തയാളായതുകൊണ്ട് തന്നെ നല്ല നേതൃത്വശേഷിയും അതുപോലെ GC യൂത്ത് JV കിഡ്സിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനും നയിക്കാനും ഒക്കെ നല്ലൊരു കപ്പാസിറ്റി ഉള്ള മോനാണ്. രണ്ടാമത്തെ ആൾ ക്രിസ്റ്റീന, അവളിപ്പോൾ +1 എഴുതിയിട്ടിരിക്കുന്നു. അവളും ഇത് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ കെയറിങ്ങും മറ്റുള്ളവരെ മനസ്സിലാക്കാനൊക്കെയുള്ള അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാനൊക്കെയുള്ള നല്ലൊരു കപ്പാസിറ്റി ഉണ്ട്. മൂന്നാമത്തെ ആൾ അൽഫോൻസ, അവൾ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാനും അവരെ നയിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ കഴിവുള്ളൊരു കുട്ടിയാണ്. നാലാമത്തെ ആൾ തെരേസ, ആൾ നല്ല നേതൃത്വശേഷിയുണ്ട് ആൾക്ക്, അതുപോലെ തന്നെ നല്ല ആക്റ്റീവാണ്. പ്രത്യേകിച്ച് കുറച്ച് കായികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ആളാണ് മുൻപിലുള്ളത്. സാധനങ്ങൾ എടുത്ത് വെക്കാനും മൊത്തം അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് അവൾ വളരെ നല്ല മിടുക്കിയാണ്. അടുത്തയാൾ ആൻമരിയ, അഞ്ചാമത്തെ ആളെന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ മുന്നിലാണ്. ക്രാഫ്റ്റ് മേക്കിങ്ങും അല്ലെങ്കിൽ ക്ലേ മേക്കിങ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ അവൾ ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനൊക്കെ അവളും നല്ല മിടുക്കിയാണ്. അവസാനത്തെ ആളാണ് ആൻ്റണി ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. മൂത്തവരെല്ലാം അവൻ കടത്തി വിട്ടും. സ്കേറ്റിംഗ് പോലുള്ള ആക്ടിവിറ്റീസിലും 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും സ്കേറ്റിങ്ങിലും അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും സ്പോർട്സ് ആക്ടിവിറ്റീസിലും ഒക്കെ അവൻ വളരെ മുന്നിലാണ്. അതുപോലെ തന്നെ നല്ല എന്നാ പറയണ്ടേ, ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കൂടെ നടന്നുകൊണ്ട് അവരുടെ കൂടെ ആയിരിക്കാനും ആ ഒരു ഫെലോഷിപ്പ് ബിൽഡ് ചെയ്യാനൊക്കെ അവൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദൈവം തന്ന മക്കളെ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. കുഞ്ഞുങ്ങൾ എപ്പോഴും നമുക്കൊരു സന്തോഷമായിരുന്നു. ദൈവം എത്ര മക്കളെ തന്നാലും നമ്മൾ ഹാപ്പി ആയിട്ട് അവരെ സ്വീകരിക്കും. ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ് ഇവരുടെ ഇതായിട്ട് നിൽക്കുന്നത്. എനിക്ക് ആക്ച്വലി ഞങ്ങൾ ഓരോരുത്തരും യുണീക്കാണ്. പക്ഷേ പലരും ഞങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്കും വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഏറ്റവും വഴക്കാളി ഇവനാണ്, ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് അവനാണ്, നമ്മുടെ കുഞ്ഞാപ്പുവാണ്. കുഞ്ഞാപ്പൊക്കെ ആണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ടോളറേറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ, പക്ഷെ ടോളറേറ്റ് എന്നാണെങ്കിലും അത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ ഞങ്ങൾ 6 പിള്ളേരാണെന്ന് പറയുമ്പോഴത്തേക്കും പുറത്തത്തെ ആളുകളുടെ റെസ്പോൺസ് ആദ്യം തന്നെ 6 പിള്ളേരോ അങ്ങനെയായിരിക്കും. അതുമാത്രമല്ല ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിന് തന്നെ ആയിരിക്കും വഴക്കുണ്ടാക്കാറുണ്ടോയെന്ന്. അപ്പോൾ വഴക്കുണ്ടാക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഉത്തരം അത് വേൾഡ് വാർ 3 ആയിരിക്കും. ലൈക്ക് ഞങ്ങൾ ഇങ്ങനെ പാർട്സ് ആയിട്ടായിരിക്കും വഴക്കുണ്ടാക്കുന്നത്. ആദ്യം ഒരാളായിരിക്കും, അയാൾ പോയി വെൻഡ് ചെയ്യും മറ്റൊരാളുടെ അടുത്തേക്ക്, അങ്ങനെ ആയിരിക്കും വഴക്കൊക്കെ ഉണ്ടാക്കുക. ഭയങ്കര കെയോസ് ആയിരിക്കും അല്ലേ? വല്ലാത്ത കെയോസ്. പക്ഷെ ആ കെയോസാണ് ശരിക്കും സ്നേഹമുള്ളത്. അതെ. ആദ്യം തന്നെ ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു, നമുക്ക് ഇത്രയും നല്ലൊരു ഫാമിലീനെ തന്നതിന്. പിന്നെ പപ്പയ്ക്കും മമ്മിക്കും അവരൊരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളെ ഒരുപാട് വഴി നടത്തുന്നതൊക്കെ. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പള്ളി പോകുമായിരുന്നു. സെയിം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഒരുമിച്ചായിരുന്നു. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ പണ്ട് തൊട്ടേ GCC യൂത്തിൽ ഇങ്ങനെ ഭയങ്കര തീക്ഷ്ണതയോടെ ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് GCC യൂത്ത് കിഡ്സ് മിനിസ്ട്രിയിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും വചനമൊക്കെ എഴുതിയിട്ട് നമുക്കൊരു കൊച്ച് നീല ഡയറിയൊക്കെ തന്നിട്ട് ഒരുപാട് വചനമൊക്കെ എഴുതിയിട്ട് നമ്മൾ അതിനകത്ത് ഒരുപാട് ചെയ്യുമായിരുന്നു. പപ്പയ്ക്കും മമ്മിക്കും ഒരുപാട് നന്ദി പറയുന്നു. കാരണം അവരില്ലാന്നെങ്കിൽ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കത്തോലും ഇല്ല. പിന്നെ അവരാണെങ്കിൽ നമ്മളെ ഒരുപാട് വഴി നിർത്തുകയും നമ്മളാണെങ്കിൽ ഇത്ര സങ്കടത്തോടെ ഇരിക്കും, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോഴൊക്കെ അവരൊക്കെ വന്ന് ചോദിക്കും എന്നെ അടി പറ്റി എന്നൊക്കെ വന്ന് ചോദിച്ചിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പപ്പയാണെങ്കിൽ പിന്നെ അടി ഉണ്ടാക്കാൻ പപ്പ തന്നെ ബെസ്റ്റ്. ഇവരെക്കാളൊക്കെ കൂടുതൽ പപ്പ തന്നെ ബെസ്റ്റ്. പപ്പയാണെങ്കിൽ വന്ന് ചുമ്മാ ഒന്ന് അടിച്ചിട്ട് പോകും, പിന്നെ നമ്മൾ അതിൻ്റെ പുറകെയായിരിക്കും. പിന്നെ മമ്മി വന്ന് അത് നിർത്തിക്കണം, ഇല്ലെങ്കിൽ അത് നിൽക്കത്തില്ല അവിടെ ഒന്നും. ചേച്ചിമാരിങ്ങനെ എങ്ങോട്ടെങ്കിലും ദൂരമൊക്കെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ നന്നായിട്ട് മിസ് ചെയ്യും. പണ്ടൊക്കെ മറ്റേ ഇവർ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ നെയ്ബർഹുഡ്സൊക്കെ പറയും ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവർക്ക് പെട്ടെന്ന്, കാരണം അത്രയും ബഹളമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ എല്ലാവരും ഉള്ള സമയത്ത് ഭയങ്കര ബഹളം ഉണ്ടാവുമേ. അങ്ങനെ പെട്ടെന്ന് അവർ നെയ്ബേഴ്സിനെല്ലാം മനസ്സിലാവും. അവരാണെങ്കിൽ വിളിച്ചു ചോദിക്കും നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ, ഡേവിഡ് പോയോ, മറ്റേ ക്രിസ്റ്റീന പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയും. പിന്നെ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും പോയ രീതിയിലാണ്. പിന്നെ ചേച്ചിമാർ കുറേ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ആദുർബാനയ്ക്കൊക്കെ പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചതൊക്കെ ചേച്ചിയും പപ്പയും മമ്മിയും ഒക്കെ ആയിരുന്നു. ചേച്ചിമാരും ഡേവിഡ് എന്നെ നന്നായിട്ട് സഹായിച്ചു. അൽഫോൺസ ആയിരുന്നു ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇതാക്കി ഞാനാണ്, കാരണം ഇവരുടെ മുഴുവൻ സ്നേഹം എനിക്കാണ് കിട്ടുന്നത്. പിന്നെ പപ്പേൻ്റെയും മമ്മീൻ്റെയും കുറച്ച് അറിയണ്ടല്ലോ,
മമ്മിയെ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ, പപ്പ അതിനെക്കാട്ടും അപ്പുറത്തെ സ്പെഷ്യൽ. പിന്നെ ഞാൻ ഈശോയോട് നന്ദി പറയുന്നു. കാരണം ഈ പപ്പനെയും മമ്മീനെയും പിന്നെ നല്ല ചേട്ടായിനെയും ചേച്ചീനെയും ഒക്കെ കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു ഈശോയോട്. അപ്പം ഇതാണ് 6 മക്കളും ഭാര്യയും ഞാനും അടങ്ങുന്ന സ്നേഹകുടുംബം. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഒരു ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ചിലപ്പോഴൊക്കെ കൊച്ചു കൊച്ചു പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ പല സ്ട്രഗിൾസ് വരുമ്പോഴും ദൈവം കൈപിടിച്ച് നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ UAE-യിലായിരുന്നു ജീവിച്ചിരുന്നത്. കുഞ്ഞുങ്ങളെല്ലാം ജനിച്ചത് അവിടെ തന്നെയായിരുന്നു. അപ്പോൾ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോലി, കുടുംബം, അതുപോലെ തന്നെ ജീവിതത്തിലേക്കുള്ള കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പലപ്പോഴും പല സ്ട്രഗിൾസൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഈ കുഞ്ഞുങ്ങളോട് ആയിരിക്കുന്ന സമയത്ത് ഈ എന്തെല്ലാം സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും അതെല്ലാം മറന്നു പോകാൻ അല്ലെങ്കിൽ മാഞ്ഞു പോകുന്നതായിട്ട് ശരിക്കും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. വൈഫും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. കുഞ്ഞുങ്ങൾ അവിടെ സന്തോഷമായിട്ട് വളർന്നു വരുമായിരുന്നു. ഞങ്ങൾ അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നേരത്തെ തന്നെയുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ഏകദേശം എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളൊരു 10ാം ക്ലാസ് അല്ല 8ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴത്തേക്ക് നാട്ടിലേക്ക് സെറ്റിൽ ആവണമെന്നുള്ളത്. അതിന് ഞങ്ങൾ ഒത്തിരി നാൾ പ്രാർത്ഥിച്ചാലോചിച്ച് 2018 ലാസ്റ്റോടെ നാട്ടിലെത്തി. ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ചിൽ, ചെറുപുഴ എന്ന് പറയുന്ന സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ചിലാണ് ഞങ്ങൾ ഇടവക ചേർന്നത്. അവിടെയായിരുന്നു ഞങ്ങൾ വീടും കാര്യങ്ങളൊക്കെ. തുടർന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങൾ വലിയ കുടുംബമാണല്ലോ. അപ്പോൾ ഞങ്ങൾ മുന്നോട്ടുള്ള ഉപജീവനത്തിനായിട്ട് ഞങ്ങളൊരു ചെറിയ ഫാമാണ് സ്റ്റാർട്ട് ചെയ്തത്. ദൈവം സഹായിച്ച് അതും വളരെ ഭംഗിയായിട്ട് പോകുന്നു. അതോടൊപ്പം ഞങ്ങൾ കുറച്ച് കൃഷിഭൂമി പാലാവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പം ഞങ്ങൾ പാലായിടയിലാണ് താമസിക്കുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 127 സങ്കീർത്തനം 3 തിരുവചനത്തിൽ ഇപ്രകാരം കർത്താവ് അരുളി ചെയ്യുന്നു: കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഇപ്രകാരം ദൈവവചനത്തിന് അനുസൃതമായി ജീവിക്കുന്ന നല്ല ഒരു കുടുംബത്തെക്കുറിച്ച് പറയാനാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുക. പാലാവയൽ ഇടവകയിൽ കഴിഞ്ഞ വർഷം പുതിയതായി എത്തിച്ചേർന്ന കുന്നുംപുറത്ത് ബൈജു, ജെസ്സി എന്നിവരുടെ കുടുംബത്തിൽ അവർക്ക് 6 മക്കളാണുള്ളത്. അവരുടെ ഇടവകയിൽ വന്നതിന് ശേഷം നമ്മുടെ ഇടവകയിൽ എല്ലാ ആധ്യാത്മിക ശുശ്രൂഷകൾക്കും ഈ കുട്ടികളുടെ സജീവമായ പങ്കാളിത്തം വളരെയധികം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ബൈജുവും കുടുംബവും അത്രമാത്രം ആധ്യാത്മികതയിൽ വളരുന്നത് കൊണ്ടാണ്, കുഞ്ഞുങ്ങളെ അങ്ങനെ ആധ്യാത്മികതയിൽ വളർത്തുന്നത് കൊണ്ടാണ് ആ കുട്ടികൾക്ക് അങ്ങനെയുള്ള നല്ല ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുന്നത്. ഇന്നത്തെ അണുകുടുംബത്തിൻ്റെ ഒക്കെ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നല്ല ഒരു സാക്ഷ്യമാണ് ബൈജുവും ജെസ്സിയും നൽകുന്നത്. മക്കള് ഇന്ന് വേണ്ട എന്ന് വെക്കുന്ന കുടുംബങ്ങൾ വരെയുള്ള ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അവരുടെ ഈ ഒരു തീരുമാനവും അവർ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതിയുമൊക്കെ എല്ലാവർക്കും അനുകരണീയമാണ്. മക്കളെ ഇന്ന് വലിയ സമ്മാനമായി കരുതാനും അവരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും എല്ലാ മാതാപിതാക്കൾക്കും ഇവരുടെ ജീവിതം നല്ല ഒരു പ്രേരണയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. ഞങ്ങൾ കുടുംബമായിട്ട് മുന്നോട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലാണ് ഞങ്ങൾ ശരിക്കും ആനന്ദം കണ്ടെത്തുന്നത്. തിരക്കൊക്കെ കഴിയുമ്പോൾ പുറത്തായിരുന്നപ്പോൾ UAE-യിലായിരുന്നപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത്, ഞങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. വണ്ടിയിലുള്ള യാത്ര ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചിരുന്നു. ഞങ്ങളവിടെ ആയിരുന്നത് റാസൽ ഖൈമയിലുള്ള സെൻറ്റ് ആൻ്റണീസ് പാതുവ ചർച്ചിലായിരുന്നു. അപ്പം അത് ഏകദേശം ഒരു 25 കിലോമീറ്റർ റൈഡ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്നത് ആ സമയവും തുടർന്ന് ഇട ദിവസങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെ കുടുംബമായിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്തുകൊണ്ട് പോയിട്ട് ഞങ്ങൾ പാർക്കിലും അല്ലെങ്കിൽ ബീച്ചിലാണെങ്കിൽ ബീച്ചിൽ, അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ചിലപ്പം മറ്റ് ജീസസ് യൂത്ത് ഫാമിലീസുമായിട്ട് ഇങ്ങനെ അവരെ ഭവനങ്ങൾ സന്ദർശിക്കുക. അങ്ങനെ ഉള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിരുന്നു ഞങ്ങൾ ശരിക്കും ആനന്ദം കണ്ടെത്തിയിരുന്നത്. ശരിക്കും അതൊരു പിള്ളേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരോട് ആയിരിക്കാനും ഒക്കെ ഞങ്ങൾ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദാനം. ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോഴത്തേക്കും റഷ്യയിൽ പോയിട്ടുണ്ടായിരുന്നു 2 വർഷം പഠിക്കാനായിട്ട്.
മെഡിസിൻ പഠിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവിടെ വെച്ചാണ് പെട്ടെന്നൊരു ദിവസം ഞാനും എൻ്റെ ചേച്ചിയും കൂടെ പോയിരുന്നത് പഠിക്കാൻ. ആ സമയത്ത് അവിടെ വെച്ച് എനിക്ക് പെട്ടെന്നൊരു വയറുവേദന ഉണ്ടാകും. അതുവഴി ഒരു വേഗം പെട്ടെന്ന് എമർജൻസിയിൽ ഒരു സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നു. ആ സർജറിയിൽ എൻ്റെ ഒരു സൈഡ് ഫലോപ്പിൻ ട്യൂബും ഓവറിയൊക്കെ നീക്കപ്പെട്ടായിരുന്നു. അതൊരു അമേരിക്കൻ ഡോക്ടറായിരുന്നു സർജറി കണ്ടക്ട് ചെയ്തത്. അപ്പം ഞാൻ 20 years ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസമായിരുന്നു ഡോക്ടർ ഇങ്ങനെ എനിക്ക് കോൺഷ്യസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആവണമെങ്കിൽ ഇന്ത്യൻ കൾച്ചറൊക്കെ അവർക്ക് അറിയാവുന്നതായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടികളൊക്കെ വേണമെങ്കിൽ വിതിൻ 2 years നിങ്ങൾ കുട്ടികളുണ്ടാവണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും, കുട്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ കാലം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നു. റഷ്യയിൽ സ്റ്റഡീസ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. വേറെ പല കാലങ്ങളാൽ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അന്നേരം ഇങ്ങനെ ആരോടെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും അന്നേരം അവർക്ക് അതൊരു നെഗറ്റീവ് ഇതായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ തന്നെ അങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, മാരേജ് ലൈഫ് വേണ്ട എന്നുള്ളൊരിത്. കാരണം നമ്മളായിട്ട് ആർക്കും ഒരു ബേർഡൻ വരുത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഇപ്പോൾ ഈ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അന്നേരം ഡോക്ടർ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോഴും ഞാനും ഫ്രാങ്കായിട്ട് ബൈജുനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാനായിട്ട് ചാൻസസ് കുറവാണ്. പിന്നെ ഈ സർജറിയുടെ കാര്യവും കോംപ്ലിക്കേഷനും എല്ലാം പറഞ്ഞപ്പോഴും ബൈജു എന്നോട് ആകെ ഒരു സെൻറ്റൻസ് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഇത്രയും മാത്രം പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. ഇങ്ങനെ കാരണം അങ്ങനെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഈവൻ പേരൻസിന് അത്രയും ഇതില്ലായിരുന്നു. പേരൻസ് പറയുന്നവരുണ്ടായിരുന്നു അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ നമ്മളത് പറയണം, ഓപ്പണായിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഇത്രയും നല്ലൊരു ഹസ്ബൻഡിനെയും കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് in 1 month ടൈം ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾ ദൈവം തരുന്ന ദാനമാണെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ തമ്പുരാന് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എല്ലാ പാക്കേജിലൂടെയാണ് കുഞ്ഞുങ്ങളെ തമ്പുരാൻ ഭൂമിയിലേക്ക് അയക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ബേസിക് ശമ്പളമുള്ള അല്ലെങ്കിൽ ഒരു ആവറേജ് കുടുംബമായിരുന്നു. UAE ആയിരുന്നെങ്കിലും ഡേവിഡ് വന്നപ്പം നമുക്ക് എന്നാ പറയണ്ടേ, ചെറിയ കുടുംബമാണെങ്കിലും ആ സമയത്ത് തന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞ് വണ്ടി കിട്ടി ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക്. രണ്ടാമത്തെ കുഞ്ഞ് ക്രിസ്ത്യന ഉണ്ടായപ്പോഴേ നമുക്ക് മാമോദിസയുടെ സമയത്ത് തന്നെ ഞങ്ങൾക്ക് നാട്ടിൽ ഒരു ചെറിയ വീട് വെക്കാനുള്ള ഒരു ചെറിയ സ്ഥലം മേടിക്കാൻ പറ്റി, ചെറുപുഴ ഉണ്ടായിരുന്ന സ്ഥലം. തുടർന്ന് അൽഫോൻസ വന്നു കഴിഞ്ഞപ്പോൾ ആണ് നമുക്ക് UAE തന്നെ നമുക്ക് ശരിക്കും ഞങ്ങളുടെ ശമ്പളമൊക്കെ വളരെ ആവറേജ് ശമ്പളമായിരുന്നാലും ചെറിയൊരു റെൻറ്റിന് വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീട് ഞങ്ങൾക്ക് തമ്പുരാൻ തന്നു. അത് കഴിഞ്ഞ് നാലാമത്തെ കുഞ്ഞുണ്ടായ തെരേസ ഉണ്ടായപ്പോഴാണ് അന്നേരത്തേക്ക് നമ്മുടെ ഒരു സാച്ചുറേഷൻ എത്തിയായിരുന്നു ഞങ്ങളുടെ ശമ്പളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നാലാമത്തെ കുഞ്ഞൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഈ ശമ്പളത്തിൽ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ ഒരു 7 മാസമൊക്കെ ആയപ്പോൾ തന്നെ വൈഫിൻ്റെ ജോലി പെട്ടെന്ന് ക്യാൻസലായി അല്ലെങ്കിൽ ടെർമിനേറ്റഡായി. നമ്മൾ എല്ലാവരും ഓർത്തു അയ്യോ ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു കളിയാക്കലിൻ്റെ ഒക്കെ സംഭവത്തിലൂടെ വന്നപ്പം തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസവ ആനുകൂല്യങ്ങളടക്കമുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ഫെസിലിറ്റീസ് അടക്കമുള്ള ഒരു നല്ല ജോലിയായിരുന്നു തമ്പുരാൻ ഞങ്ങൾക്ക് കരുതി വെച്ചിരുന്നത്. അതിൻ്റെ ഇൻ്റർവ്യൂ കോൾ വന്നതും അത്ഭുതമാണ്. നമ്മൾ നാലാമത്തെ കുഞ്ഞ് ജനിച്ച് അന്നാണ് ശരിക്കും ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ വരാൻ വരുന്നത്. ആ ജോലി ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ കുഞ്ഞുങ്ങളും ജനിച്ചപ്പോഴും ഞങ്ങൾക്ക് തമ്പുരാൻ ഓരോ കൃത്യമായിട്ടുള്ള ആ ഒരു പാക്കേജ് അല്ലെങ്കിൽ അവരെ വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു പാക്കേജ് തമ്പുരാൻ ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്നാ പറയണ്ടേ, വലിയ സംഭവമൊന്നും അല്ലെങ്കിലും വ്യക്തിപരമായിട്ട് എനിക്കും വൈഫിനും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്കത് വളരെ കൃത്യമായിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ പരിചയപ്പെട്ട ഒട്ടനവധി കുടുംബങ്ങളിലെയും അവസ്ഥ. പലരും കുഞ്ഞുങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ രണ്ടാളെന്നൊക്കെ പറഞ്ഞ് ഒതുങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ വളർത്താനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോഴും ഞങ്ങളുടെ കാര്യത്തിൽ പറയുമ്പോൾ മൂത്ത 1-2 കുഞ്ഞുങ്ങളെ മാത്രമേ ശരിക്കും ഞങ്ങൾ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പരിചരിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വരുന്നവരെ എല്ലാം അവരും കൂടെ കൂടി വളർത്താൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ അനുഭവത്തിലുണ്ടായിരുന്നത്. മൂത്തവരെ ഇളയവരെ പതിയെ ടേക്ക് കെയർ ചെയ്യും. അവരെത്ര കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് വലിയ ഏജ് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും. അവരൊന്നിച്ച് കളിക്കും, അവരൊന്നിച്ച് ഒരു നല്ലൊരു ഫെലോഷിപ്പിൽ അല്ലെങ്കിൽ നല്ലൊരു എന്നാ പറയണ്ടേ ഒരു സിബ്ലിങ്സിന് അങ്ങനെ പറയുന്നതിലുപരിയായിട്ട് അവർക്ക് നല്ലൊരു ഇൻട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കാനും കളിക്കാനും
പങ്കുവെക്കാനും ഒക്കെ ഉള്ളൊരു വലിയൊരു പോസിബിലിറ്റി ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ക്രിസ്റ്റീന ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവള് ജനിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് 7 months 8 months ആയിരുന്നപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റ് ആണ് അടുത്ത ആളെ കൊണ്ട്. അപ്പോൾ ഒരു ദിവസം രാത്രി ആയപ്പോഴത്തേക്കും ഇവള് ഉറങ്ങുന്നേ ഇല്ല, കണ്ടിന്യൂസ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു ഹാളാണ്, അതിൽ ഭിത്തിയിലെല്ലാം ഇങ്ങനെ സെയിൻസിൻ്റെ ഒക്കെ ഡോൺ ബോസ്കോയുടെയും ഡൊമിനിക്സ് അവർ എല്ലാവരുടെയും പടങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ പിള്ളേർക്ക് കണ്ട് പറയാനായിട്ടും ഒക്കെ ഞങ്ങൾ അങ്ങനെ ഒട്ടിച്ച് വെച്ചിരുന്നായിരുന്നു. അങ്ങനെ സെയിൻസുമായിട്ട് ഇവരൊക്കെ വളരെ ഫെമിലിയർ ആയിരുന്നു. അങ്ങനെ ഇവൾ ചെറുതായിരുന്നപ്പോഴത്തേക്കും ഒരു ദിവസം കണ്ടിന്യൂസ് കരച്ചിലോട് കരഞ്ഞ കൈക്കുഞ്ഞാണ്. അപ്പം എനിക്ക് ബൈജുവിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, കാരണം എനിക്കറിയാം ബൈജുവിന് രാവിലെ എണീറ്റ് പോകേണ്ടതാണ്, എനിക്കും ഡ്യൂട്ടിക്ക് പോകേണ്ടത്, ഞാൻ വളരെ ടയർഡായിട്ട് വന്നിരിക്കുന്നതാണ്. അങ്ങനെ കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 55 minutes ഒക്കെ 1 മണിക്കൂറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ കൊച്ചിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കണം, ഈ വലിയ വയറും വെച്ചുകൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം ഇവിടെ. എന്നിട്ട് ഇവൾ കരച്ചിൽ നിർത്തുന്നില്ല. അങ്ങനെയാണ് ഞാൻ അതിന് പെട്ടെന്ന് ഞങ്ങളുടെ റൂമിൽ ഒരു കുഞ്ഞ് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ ഫ്രിഡ്ജിൽ അൽഫോൻസാമ്മയുടെ പടം പറ്റിച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അൽഫോൻസാമ്മയോട് പോയിട്ട് ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന വഴിക്ക് ഞാൻ വെറുതെ അൽഫോൻസാമ്മ ഈ കൊച്ചിൻ്റെ കരച്ചിൽ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിത്തരികയാണെങ്കിൽ, കൊച്ച് ആണാണെങ്കിൽ കുഞ്ഞിന് അൽഫോൻസ് എന്നും പെൺകൊച്ചാണെങ്കിൽ അൽഫോൻസ എന്നും പേരിട്ടേക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഒരു അടുത്ത സെക്കൻഡിൽ തന്നെ ഭയങ്കര ഒരു അത്ഭുതം എന്ന് പറയട്ടെ, പിന്നീട് ഈ കൊച്ച് കരഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഈ അൽഫോൻസ് ജനിച്ചപ്പോൾ ഇവക്ക് അൽഫോൻസ എന്ന് പേരിട്ടത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നിരുന്ന എല്ലാ സമയവും ഞങ്ങൾ രാത്രിയിൽ ബൈജു വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നേരം ഒരു വചനം പറഞ്ഞായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ലൂക്ക 2:52. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യനെയും പ്രീതിയിൽ വളർന്നു വന്നിരുന്നു. അത് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാവർക്കും. ഇവർക്ക് ദൈവം അനുഗ്രഹിച്ച് ഇവർ 6 പേരും എല്ലാവരും നോർമൽ ഡെലിവറി ആയിരുന്നു. ആർക്കും ഒരു അസുഖവും ദൈവം അനുഗ്രഹിച്ച് വന്നിട്ടില്ല. അങ്ങനെ പറയത്തക്ക രീതിയിൽ ഇവരെ ആരെയും അങ്ങനെ ആശുപത്രിയിൽ നിന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടി പോലും വന്നിട്ടില്ല. ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഞങ്ങളുടെ ഫാമിലി തന്നെയായിരുന്നു. ബൈജുനും മമ്മിയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, കുറേ കാലം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്നു പോവുകയും ചെയ്യുമായിരുന്നു. അതല്ലെങ്കിൽ തന്നെ എൻ്റെ പപ്പയും മമ്മിയും അവിടെ തന്നെയായിരുന്നു. മമ്മി നേഴ്സായിരുന്നു, പപ്പ എൻജിനീയർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. വേറെ കാര്യം പറയുകയാണെങ്കിൽ, ഇങ്ങനെ 2-3 പിള്ളേരുണ്ടാകുമ്പം അത് നോർമൽ സംഭവമായിട്ട് എല്ലാവരും കണ്ടു. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ തൊട്ട് കമ്പനികളുള്ളവരും, ഞാനൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വൈഫ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കോസ്മെറ്റിക്സ് ഫീൽഡിലാണ്. അതിൽ തന്നെ എല്ലാവരും അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒത്തിരി പേരുടെ കൂട്ടത്തിലാണ് വൈഫ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ വലിയൊരു ആദ്യമൊക്കെ അവർ ഒത്തിരി കളിയാക്കിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും 3, 4, 5 പിള്ളേരൊക്കെ ആയപ്പോഴത്തേക്കും ഇവർക്ക് വലിയൊരു സാക്ഷ്യമായിട്ട് ഞങ്ങൾ മാറി. അവർ പലരും അബോർഷൻ ചെയ്യുന്നവരും അല്ലെങ്കിൽ എന്നാ പറയണ്ടേ, ഒരു കുഞ്ഞൊക്കെ ആയിട്ട് മതി എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നവരൊക്കെ ഒത്തിരി പേര് മാനേജർ ലെവലിലുള്ളവരൊക്കെ തന്നെ അത് കഴിഞ്ഞ് കുട്ടികളുണ്ടായതും പലരും ഈ ഒരു അബോർഷൻ പിൻവാങ്ങുന്നതും ഒത്തിരി പേരെ സ്വാധീനിക്കാനായിട്ട് ഞങ്ങളുടെ ഈ ഒരു എളിയ ജീവിതം തമ്പുരാൻ ഇടയാക്കിയിട്ടുണ്ടെന്നുള്ളതും ഒരു വസ്തുതയാണ്. ഞങ്ങളുടെ ജീവിതാനുഭവം കൊണ്ട് ഈ 6 മക്കളുമായിട്ട് ജീവിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ വേണ്ട അല്ലെങ്കിൽ വിവാഹം വേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിയുന്ന ഒത്തിരി ആൾക്കാർ നമുക്കിടയിലുണ്ട്. അവരോട് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, മക്കളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു കുഞ്ഞിനെ തരുമ്പോൾ അതൊരു പാക്കേജായിട്ടാണ് ദൈവം നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വലിയ ആൾക്കാരായി ഒത്തിരി നന്മകൾ ചെയ്യേണ്ട ഒത്തിരി വ്യക്തിത്വങ്ങളായിരിക്കാം നമ്മളിലൂടെ കടന്നു വരാൻ, ഈ മക്കളിലൂടെ ജനിക്കാനായിട്ട് പോകുന്നത്. അവരൊരിക്കലും നമുക്കൊരു സാമ്പത്തിക ബാധ്യതയോ അല്ലെങ്കിൽ ഒരു ബേർഡനായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ദൈവം തന്നെ ക്രമീകരിച്ച് ഒരുക്കിക്കൊള്ളും. നമ്മളതിനൊരു യെസ് പറഞ്ഞാൽ മാത്രം മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ഇന്നിവിടെ ആയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവത്തില്ല, കല്യാണമൊന്നും കഴിക്കണ്ട എന്ന് കരുതിയിരുന്ന ഞാൻ 6 മക്കളും ഇത്രയും ലവിങ്, കെയറിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ഹസ്ബൻഡും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് നന്ദി പറയുന്നു. നാളിതുവരെ കാത്തു പരിപാലിച്ച, ഒരു കുറവും കൂടാതെ ഞങ്ങളെ വഴി നടത്തിയ ഞങ്ങളെ പൊന്നു തമ്പുരാന് ഞങ്ങളെല്ലാവരുടെയും നാമത്തിൽ നന്ദിയും സ്തുതിയും അർപ്പിക്കുകയാണ്.